നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. നാളെയും ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അനീഷ് തന്നെയാണ് പ്രധാന വില്ലനായി മാറുന്നത്. ഇന്ന് സാധനമെല്ലാം എടുത്ത് താഴെ തല്ലിയതുപോലെ തന്നെ കൂട്ടമായിട്ട് ബോട്ടിലുകളും ജ്യൂസും എല്ലാം കൂടി എടുത്ത് വാരി എറിഞ്ഞുകൊണ്ട് അനീഷ് ഭയങ്കര കലാപരിപാടികൾ നടത്തുന്ന കാഴ്ച ഈ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്വാളിറ്റി ചക്കർമാരായിട്ട് അനുമോളും ജിഷിനുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. എന്നാൽ ജിഷിൻ മാറിയിട്ടുണ്ട്. മാറിയതാണോ അതോ മാറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. നാളെ ജിഷിന് പകരമായിട്ട് ആ സീറ്റിലിരിക്കുന്നത് സാബുമാനാണ്. സാബുമാനും അനുമോളും കൂടിയാണ് ക്വാളിറ്റി ചെക്കിംഗ് നടത്തുന്നത്. ആ ചെക്കിങ്ങിനിടയിൽ അനീഷിന്റെ ലെമൺ ജ്യൂസിനുള്ളിൽ മുടി കിടക്കുന്നതായിട്ട് അനുമോൾ കണ്ടെത്തുന്നു. ഇതെങ്ങനെയാണ് ഇതിൽ മുടി വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അതായത് ഒരു ബോട്ടിലിൽ മുടി കണ്ടതുകൊണ്ട് അനീഷിന്റെ പ്രോഡക്റ്റുകൾ മുഴുവൻ നിരസിക്കപ്പെടുകയാണ്. അതാണ് അനീഷിനെ ചൊടിപ്പിച്ചത്. ഒറ്റ ഒരു ബോട്ടിലിനകത്തൊരു ചെറിയ മുടിക്കഷ്ണം കണ്ടതുകൊണ്ട് ഈ ബാക്കിയുള്ളത് മുഴുവനും നിങ്ങൾ എന്തിനാണ് റിജക്റ്റ് ചെയ്യുന്നത്, ഇത് അപ്രൂവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹളമുണ്ടാക്കുന്നത്. അത് സമ്മതിക്കാതെ വന്നപ്പോൾ അവിടെ വെച്ചിരുന്ന മുഴുവൻ സാധനങ്ങളും കൂടി വാരിയെടുത്ത് താഴെ തല്ലുന്നു. ജ്യൂസിനകത്ത് മുടി എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ തന്നെ വീട്ടുകാരെല്ലാവരും അമ്പരക്കുന്നു, ചിലർ നെറ്റി ചുളിക്കുന്നു. ആര്യനൊക്കെ വല്ലാത്ത പ്രകടനങ്ങൾ നടത്തുകയാണ്. ഒടുവിൽ അനീഷ് പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാവരും കൂടി ഓടി അനീഷിന്റെ അരികിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. എന്തായിരിക്കും നാളെ ബിഗ് ബോസ് വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നത്? അനീഷ് ആളാകെ മാറുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട അനീഷിനെ അല്ല ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇടയാൻ തുടങ്ങിയാൽ ഒരു രക്ഷയുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് അനീഷയുടെ. എന്തായാലും ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എങ്ങനെയായിരിക്കും അനീഷിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കണ്ടറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് നടന്ന ബോട്ടിൽ ടാസ്ക് അത് 2 പരാജയപ്പെട്ടു. നാളത്തെ ടാസ്കും പരാജയപ്പെട്ടതായിട്ട് തന്നെയാണ് നമുക്ക് ഈ പ്രൊമോയിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സാധനമെല്ലാം കൂടി വാരി വലിച്ച് പറമ്പിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് അങ്ങനെയാണ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഈ വീക്ക്ലി ടാസ്ക് ടോട്ടലി പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും കാത്തിരിക്കാം നാളത്തെ വിശേഷങ്ങളുമായി. നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.